അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കുറച്ച് ഞാൻ ഒന്നിലെത്തിച്ചിട്ടുണ്ട്. ഉണ്ടാക്കത്തില്ല, ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇത് രണ്ടും എന്തായാലും ഉണ്ടാവും കേട്ടോ. ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴും ഞാനും ബീട്രൂട്ട് പച്ചടി ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ബീട്രൂട്ട് ഇതായിട്ടോ കോസ്കോയിൽ ഞാൻ ബട്ടർ വാങ്ങിയിട്ടുണ്ടാക്കിയതാണ്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയേ. മണി ആ ഒരു സമയത്ത് വെട്ടമുള്ള സമയത്താണ് പോകുന്നത്. എല്ലാവരും വൈറ്റമിൻ ഡി കഴിക്കാറുണ്ട് കേട്ടോ. ഇല്ല, കളറ് വലുതായിട്ട് വരത്തില്ല. ഒരു ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ അപർണ. ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഇന്ന് ദേവുവിൻ്റെ 3ാമത്തെ പിറന്നാളാണ്. അപ്പം അന്നത്തെ ദിവസത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് ഇത്. അപ്പോൾ പിറന്നാളായതുകൊണ്ട് തന്നെ മോളും ഹസ്ബൻഡും എണീക്കുന്നതിന് കുറച്ച് മുന്നേ ഞാനങ്ങ് എണ്ണീറ്റ് എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ എണ്ണീറ്റ് ഒന്ന് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെ രാവിലെ വിളക്ക് കത്തിക്കാറില്ല, സന്ധ്യയ്ക്കാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സദ്യവട്ടത്തിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ നോക്കണം. അധികം സെലിബ്രേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സദ്യയും വെക്കുന്നു, പായസം, പിന്നെ എന്താ പറയുന്നത്, അത് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. ഇനി ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് കേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞങ്ങളിവിടെ US വരുന്നതിന് മുന്നേ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് ഏതോ ഒരു വർഷം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് സദ്യ ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ഫ്രണ്ട്സിനെയും വിളിച്ചു. അപ്പോൾ സാധാരണ കൂട്ടാനൊക്കെ ഉണ്ടാക്കാറിയാം, പക്ഷെ ഒരു സദ്യ എന്ന് പറയുമ്പോൾ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി ഉണ്ടാക്കാമെന്നൊക്കെ വെച്ച്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓക്കെ, നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ പലർക്കും ഉണ്ടാക്കാൻ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കൂടെ കുറച്ച് ഹെൽപ്പിന് വിളിക്കും. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പ്രശ്നമൊന്നും വരത്തില്ല. ഇപ്പോൾ 1-2 കറികൾ ശരിയായില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, അടുത്ത തവണ നമുക്ക് ശരിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. ബാംഗ്ലൂർ വരുന്ന സമയത്ത് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരുപാട് മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സദ്യ കിറ്റാണേലും ഒക്കെ കിട്ടുന്ന ഒരു ഇതായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ കുറവാണ്, പിന്നെ മലയാളി റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണേലും നമ്മൾ തന്നെ ഇവിടെ സദ്യ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാട്ടോ. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ ഇവിടെ US ഞാനിപ്പോൾ ഉള്ളത് ഫ്ലോറിഡയിലാണ്. എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തൊന്നും കേരള റെസ്റ്റോറൻറ്റ് വളരെ കുറവാണ്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ പല സ്ഥലങ്ങളും, ന്യൂയോർക്ക്, കാലിഫോർണിയ, എനിക്കൊന്നും അവിടെയൊക്കെ കുറേ കൂടെ മലയാളികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറേ കൂടെ മലയാളി റെസ്റ്റോറൻറ്റും ഒക്കെ കൂടുതലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടെ നല്ലതായിട്ട് ഫുഡാണെങ്കിലും ഇതുപോലെ സദ്യയൊക്കെ ആണെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടോ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. രാവിലെ ആദ്യം തന്നെ ഞാൻ കുടിക്കുന്നത് ജീരകവെള്ളമാണ്. ഭയങ്കര നല്ലതാണ്. നിങ്ങൾ കുടിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കുടിച്ചു നോക്കണം. ഒരു 10 ദിവസം കുടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഒരു മാറ്റം. അപ്പം അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാൽ ചായയും കൂടെ കുടിക്കും. പാൽ ചായയോ കാപ്പിയോ കുടിക്കും, പിന്നെ ഒന്നും കുടിക്കത്തില്ല കേട്ടോ. വൈകുന്നേരം എന്തെങ്കിലും കട്ടൻ ചായ മധുരം ഇടാതെയോ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ അങ്ങനെ കുടിക്കത്തുള്ളൂ കേട്ടോ. ഒരു നേരെ ചായ കുടിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഒരുപാട് കുടിച്ചുകൊണ്ടിരുന്നതാണ്. രാവിലെ കടും കാപ്പി, അത് കഴിഞ്ഞ് പാൽ കാപ്പി, അങ്ങനെയെല്ലാം കുടിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കുറച്ച് ഞാൻ ഒന്നിലെത്തിച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ, പിന്നെ കുറച്ച് ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും എങ്ങനെ നിങ്ങൾ എമൗണ്ട് കുറച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് അങ്ങനെ കുടിക്കാൻ പറ്റും. കാരണം ഞാൻ ആദ്യം 1 ഗ്ലാസ് എന്നുള്ള 3/4 പിന്നെ അരയാക്കി, പിന്നെ നിർത്തി, അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ഈ ഒരു ഇതിലെത്തി ഞാൻ കേട്ടോ. രാവിലെ എന്തെങ്കിലും പണി തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ എനിക്ക് വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമോ ഒക്കെ TV വെച്ചിട്ടാണ് പണി തുടങ്ങുന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു അനക്കമുള്ളതിലൊക്കെ തോന്നും. അതുകൊണ്ടാണ്. എനിക്കൊന്നും മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും ഒച്ചപ്പാട് പുറകിൽ വേണം, എന്നാലേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുപോലെയാണ് ഞാനും. കടല വേവുന്ന സമയം കൊണ്ട് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാമെന്ന് വെച്ചാൽ സവാള, ഇഞ്ചിയും പച്ചമുളകും
വെളുത്തുള്ളി എല്ലാം. പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ തക്കാളി ഞാൻ യൂസ് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ എപ്പോഴും ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറച്ച് തക്കാളിയും കൂടെ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പം ഈ ഒരു ഗ്രേവി റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ കടല അതിനകത്തോട്ട് ഇടാമല്ലോ, അതിന് വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കടല എല്ലാം കുക്കറിൽ ഒരുമിച്ചാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കറിയത്തില്ല, കുറച്ച് നാളായിട്ട് ഞാൻ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാരലലി ആണെങ്കിൽ നമ്മുടെ പുട്ടൊന്ന് നനച്ചുകൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് 2 ടൈപ്പ് പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ അരിപ്പുട്ടും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഈ മൾട്ടിഗ്രെയിൻ്റെ ഒരു പൊടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ട് വാങ്ങിയതാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കത് ഇഷ്ടമാണ് മൾട്ടിഗ്രെയിനിൻ്റെ ഒക്കെ സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. അപ്പോൾ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച്. കടല ഗ്രേവിയിലിട്ട് കുറച്ച് നേരം എടുക്കുമല്ലോ അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുമായിരുന്നേ. അപ്പോൾ പുട്ടെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള സദ്യയില്ലേ, സദ്യക്ക് അവിയലും പിന്നെ ബീട്രൂട്ട് പച്ചടിക്ക് ബീട്രൂട്ടും കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചേ. ബീട്രൂട്ട് ജസ്റ്റ് അതൊന്ന് വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. സദ്യ എന്ന് പറയുമ്പോൾ തന്നെ കളർഫുൾ ആകണമെങ്കിൽ അതിനകത്തൊരു ബീട്രൂട്ട് പച്ചടി വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സദ്യയിലും എന്തായാലും ബീട്രൂട്ട് പച്ചടി അവിയലും മസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ബാക്കിയെല്ലാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കത്തില്ല, ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇത് രണ്ടും എന്തായാലും ഉണ്ടാവും കേട്ടോ. എത്രാമത്തെ? 3. ഈ കൈ 3. ഇന്ന് കുളിക്കണം. അയ്യോ കുളിക്കാതെ എങ്ങനാ? എന്നാ പല്ല് വെച്ചാൽ മതി. ആ പല്ല്. മതി. ഇവിടെ ദേവുനും പിന്നെ ഞങ്ങൾക്കും രണ്ട് പാലാണ് യൂസ് ചെയ്യുന്നത്. ദേവുൻ ഓർഗാനിക് വൈറ്റമിൻ ഡിൻ്റെ പാലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവളെ ഡോക്ടറിനെ ചെക്കപ്പിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം വാക്സിനേഷൻസ് ഇവിടെ എന്തെങ്കിലും എടുക്കാനുണ്ടോ അങ്ങനെ ചോദിക്കാനായിട്ട്. പക്ഷെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇനി 4 വയസ്സായിട്ട് ഇവിടെ വാക്സിൻ എടുത്താൽ മതി, വേറൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ടാണ്. അപ്പം നാട്ടിൽ വെച്ച് നമ്മൾ വൈറ്റമിൻ ഡിൻ്റെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇവൾക്ക്. അപ്പോൾ അത് ഇവിടെ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് നമ്മുടെ ഫുഡ് മാത്രം അതിനനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം പക്ഷെങ്കിൽ അവിടെയൊക്കെ എല്ലാവരും വൈറ്റമിൻ ഡി കൊടുക്കാറുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് പക്ഷെ അവൾക്ക് അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല. ഇതുപോലെ എന്തെങ്കിലും ഫുഡ്, പാല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് അവൾക്കത് കിട്ടാറുള്ളത്. അപ്പം ഇവിടെ മാക്സിമം ഡോക്ടർമാരാണെങ്കിൽ മരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരങ്ങനെ തരത്തേ ഇല്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചാലും അവർ പറയും ഒന്നും വേണ്ട എന്നേ പറയൂ. എന്താ ആര്? ഞാനോ? ഏതോ ഞാനില്ല. ആ കേട്ട ശനിയാഴ്ച പിന്നെ എവിടെയൊക്കെ കയറണം? അമ്പലത്തിൽ. എന്നിട്ട് ഡിഗല്ലി ഇങ്ങ എന്തത്തില്? കാറ്റില് എന്ത് കലിവനെ? ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ചൊവ്വാഴ്ചയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലെങ്ങും പോകാൻ പറ്റത്തില്ല, കാരണം ഹസ്ബൻഡിന് വർക്കുള്ള ദിവസമാണ്. അപ്പോൾ ശനി ഞായറും ആയിരുന്നെങ്കിൽ നമുക്ക് അമ്പലത്തിലൊക്കെ പോകാമായിരുന്നു. അപ്പോൾ അത് അവൾ പറയുന്നത് അവൾക്ക് ഇന്ന് പാർക്കിലും അമ്പലത്തിലും ഒക്കെ പോകണം എന്ന്. അത് പക്ഷെ പറ്റത്തില്ലല്ലോ, ഇന്ന് അവധി ദിവസം അല്ലല്ലോ.
അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുറച്ച് നേരം കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ ഇന്ത്യയിൽ കോളൊക്കെ ചെയ്ത് എല്ലാവരോടും സംസാരിച്ചിട്ടാണ് ബാക്കി സദ്യയുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത്തെ സദ്യക്കാണെങ്കിൽ ഞാൻ അധികം കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. ആകെ ഉണ്ടാക്കുന്നത് പരിപ്പ് കറിയും തോരനും അവിയലും പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും പിന്നെ പായസവും അത്രേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. വീറ്റ് വെക്ക്. എത്ര ഉണ്ട്? 4. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊന്നും എനിക്ക് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ ആകപ്പാടെ ഉണ്ടായിരുന്ന കുറച്ച് കിഴങ്ങും ക്യാരറ്റും പിന്നെ മുരിങ്ങയ്ക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നേ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, ഒരു ദിവസത്തേക്കേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അത്. പക്ഷേങ്കിൽ തോരനെല്ലാം അരിഞ്ഞു വന്നപ്പോൾ ഒരുപാടായിപ്പോയി. അത് പിന്നെ അടുത്ത ദിവസത്തേക്ക് നമ്മൾ യൂസ് ചെയ്തു കേട്ടോ. ഇവിടുന്ന് സാധാരണ നമ്മൾ മൊത്തത്തിലുള്ള തേങ്ങ വാങ്ങിക്കാറില്ല കേട്ടോ. ഒരുപാട് തവണ വാങ്ങിയിട്ട് അത് എല്ലാം അഴുക്കായി പോവാറാണ്. അതുകൊണ്ട് ഇപ്പം ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങയാണ് വാങ്ങിക്കുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് ഓവനിൽ വെച്ചൊരു 30 സെക്കൻഡ് ഡീഫ്രോസ്റ്റ് ചെയ്താൽ നല്ലതായിട്ട് ഇരിക്കും. അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ആരുടെ പിറന്നാളാ? അതാടാ ചേട്ടാ തൊഴിച്ചത്. എന്തോ ഫ്രൂട്ട്സ് വേണോ? എന്താ വേണം? ഏത് ഫ്രൂട്ട്സാ വേണ്ടേ? ഏതാ വേണ്ടേ? പഴം മതിയോ? ഇങ്ങോട്ടൊക്കെ മതിയോ? പഠിക്കല്ലേ ഊരല്ലേ? ദേവന് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കിവി ആണെങ്കിൽ ഗോൾഡൻ കിവി, അതിനധികം പുളി ഉണ്ടാകത്തില്ല, നല്ല മധുരം. അപ്പൊ കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന ചോപ്പർ ആണെങ്കിൽ മറ്റേ നമ്മൾ വലിക്കുന്ന ടൈപ്പായിരുന്നു, നൂലിൻ്റെ. അത് പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള അതാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഇലക്ട്രിക് വാങ്ങിച്ചു നോക്കും, നമുക്ക് നല്ല യൂസ് ആയിരിക്കും. വെളുത്തുള്ളിയൊക്കെ നമുക്ക് സമയമുള്ള നേരത്താണെങ്കിൽ നമ്മൾ പീൽ ചെയ്ത് ഇതുപോലെ കണ്ടെയ്നറിൽ വെച്ച് നമുക്ക് ഒത്തിരി നാൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ആണെങ്കിൽ തൈര് നമ്മൾ വാങ്ങിക്കുന്നത് കോസ്കോയിലാണ്. നമ്മുടെ ആ കറക്റ്റ് തൈര് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടും. അതിലും കുറച്ചുകൂടെ ലാഭം എനിക്ക് തോന്നുന്നു കോസ്കോയിലായിരിക്കും. അപ്പോൾ ആരെങ്കിലും കോസ്കോയിൽ പോകുന്നുണ്ട് ഈ ടൈപ്പ് നോക്കേ. ഇവിടെ നമ്മുടെ വെള്ള ക്യാബേജ് കിട്ടും കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു സൈസ് ഭയങ്കര വലുതായിരിക്കും. നമ്മളൊരു 1.5 ആഴ്ച ഉപയോഗിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ വയലറ്റ് ക്യാബേജാണ് വാങ്ങിക്കുന്നത്. ഇതാവുമ്പോൾ ഹെൽത്ത് വൈസും കുറച്ചുകൂടെ നല്ലതാണ്. അതുകൊണ്ട് മാത്രമല്ല വാങ്ങിക്കുന്നത്. ഇതിൻ്റെ സൈസ് ഭയങ്കര ചെറുതായതുകൊണ്ട് നമ്മുടെ ഒരു 2-3 ദിവസത്തെ യൂസിന് അത് മതിയാവുമായിരിക്കും. ബീട്രൂട്ട് പച്ചടി ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ബീട്രൂട്ട് ഞാനൊന്ന് വേവിച്ചത് ജസ്റ്റ് അരച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മുടെ അരപ്പും ചേർത്തിട്ട് പിന്നെ തൈരും ചേർത്താൽ മാത്രം മതി. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഫേവറേറ്റ് ആണ് അത്. എൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് പാത്രം കഴുകുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഡിഷ് വാഷറൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ അല്ലാതെ കഴുകുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും സമയമില്ല എന്നാണെങ്കിലും ഞാൻ ഡിഷ് വാഷറിലിടും. അതിലിടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ കുക്കർ അങ്ങനത്തെ സാധനങ്ങളൊന്നും അതിനകത്ത് ഇടാൻ പാടില്ല. കാരണം അത് നല്ല കറ പിടിച്ചതല്ല. അതൊക്കെ നമ്മൾ ഒരു തവണ വാഷ് ചെയ്തതിന് ശേഷം മാത്രം അതിനകത്ത് ഇട്ടാൽ നല്ലതായിട്ട് ക്ലീൻ ആകും. അല്ലെങ്കിൽ അതിൽ ഒട്ടും കറകളൊന്നും പോകത്തേ ഇല്ല. അപ്പോൾ അതുമാത്രം കുക്കർ മാത്രം അല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ചായപാത്രം ഇല്ലേ, അതും അതുപോലെ ക്ലീൻ ചെയ്തിട്ട് വെക്കണം. ബാക്കിയൊക്കെ നന്നായിട്ട് ഡിഷ് വാഷറിൽ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ പായസം ഉണ്ടാക്കിയത്. ഒരു 1:30 ആയി, 2 മണിയാകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചൂടോടെ. അപ്പം ഞാൻ ഈ നെയ്യാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതായിട്ടോ. കോസ്കോയിൽ നിന്ന് ഞാൻ ബട്ടർ വാങ്ങിയിട്ടുണ്ടാക്കിയതാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്, തരിതരിയായിട്ട് വന്നിട്ടുണ്ട്. കിർക്കിലാൻഡിൻ്റെ ഒരു ബട്ടറുണ്ട്, അത് വാങ്ങിച്ച് നമ്മൾ ഇതുപോലെ നെയ്യ് ഉണ്ടാക്കിയ നല്ല കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയത്. അപ്പം അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. പായസം എന്നിട്ട് പപ്പടം പൊട്ടിച്ച്, ഇനി പഴം വേണ്ടേ?
അത് കഴിഞ്ഞ് ദേവുവിനുള്ള സദ്യ വിളമ്പിയേ. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് കുറേ അവൾക്ക് വാരിയൊക്കെ കൊടുത്തു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയേ. ആ വാരിയെല്ലാം കൊടുത്ത് കുറേ ഉണ്ടയൊക്കെ ആക്കി വെച്ചു. എന്നിട്ട് അതെല്ലാം അവൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പായസം ഞാൻ കൊടുത്തു. അത് ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഫുള്ള് തിന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസവും പഴവും പപ്പടവും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദേവു ഉറങ്ങി കേട്ടോ. കുറച്ചു നേരം ഇരുന്നിട്ട് അവളങ്ങ് ഉറങ്ങിപ്പോയി. അവൾ 2 മണിയാകുമ്പോൾ 2-2:30 ആകുമ്പോൾ ഉറങ്ങിയാൽ പിന്നെ 4 മണിയാകുമ്പോഴേ എണീക്കത്തുള്ളൂ. അപ്പോൾ അവളെ ഉറക്കിയിട്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ക്ലീനിങ്, പിന്നെ അതുപോലെ എന്തെങ്കിലും വാഷിംഗ് മെഷീനിൽ തുണി ഇടുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ എഡിറ്റിങ് ചെയ്യും, TV കാണും. അപ്പോൾ എൻ്റെ കൂടുതൽ സമയം ഞാൻ തന്നെ ഇരിക്കുന്നതും, അതായത് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൾ ഉറങ്ങി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ നേരം പോയി. ഇത് എമിലി ഇതെന്തുവാ ഇത്? എടാ ഭയങ്കര ബ്രഷോ? ബസ് താഴെ വെക്ക്, താഴെ വെക്കടാ. ദേവ് എണ്ണീറ്റ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം എന്തെങ്കിലും ഒന്ന് കളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾ നടക്കാൻ പോകുമേ. ഒരു 4-4:30 കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് തണുപ്പ് കുറവാണ് ഇവിടെ. അപ്പം നമ്മൾ സ്വെറ്റർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പൊടിയാനായിട്ട് തുടങ്ങി. അപ്പം നമുക്ക് കുറച്ചു ദൂരം നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു കേട്ടോ. ഈയിടെയായിട്ട് ഞാൻ ഈ ഒരു സമയത്താണ് പോകുന്നത്. നേരത്തെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഇരുട്ടാണെങ്കിലും എൻ്റെ കൂട്ടിനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആളിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 5 മണി ആ ഒരു സമയത്ത്, വെട്ടമുള്ള സമയത്താണ് പോകുന്നത്. ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടാവും. 5:30 ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ഇരുട്ടാവും. അതുകൊണ്ട് അതിന് മുന്നേ പോയി നടന്നിട്ട് വരുവാണ്. പക്ഷെ ഇന്നത് പറ്റിയില്ല. എന്തോനെ ഉറങ്ങുന്നു? വൈകിട്ടാണെങ്കിൽ നമ്മളിപ്പം ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത്. അപ്പം നമ്മൾ കടയിൽ ചെന്ന് നോക്കിയപ്പോൾ ഗ്രീൻ ടീ കിട്ടിയത് നമ്മുടെ ടീ ബാഗ് ഇല്ലേ, അതേ ഉള്ളായിരുന്നു. മറ്റേ പൊടി ടൈപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തോ കുച്ചുവാ? എന്തോ കുച്ചു? പായസം. അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് നമ്മളൊരു ക്രിസ്മസ് ട്രീ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വ്ളോഗും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ക്രിസ്മസ് ട്രീ ഒക്കെ ആക്കുന്നത്. ഇവിടെ ആണെങ്കിൽ വൈറ്റമിൻ ഡി മസ്റ്റായിട്ട് നമ്മൾ കഴിക്കണം കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡി ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട്. അതല്ലെങ്കിലും ഇവിടെ എല്ലാവരും വൈറ്റമിൻ ഡി കഴിക്കാറുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് ചെറിയ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഹെയർ ഫോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോഴേ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ വൈറ്റമിൻ ഡി വേണം എന്നാണെങ്കിൽ അതെന്തായാലും കഴിക്കണം കേട്ടോ. അത് മസ്റ്റാണ്. ഇത്തവണ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോഴേ നമുക്ക് ഗ്രീൻ ടീയുടെ ടീ ബാഗ് പോലത്തെ അതാണ് കിട്ടിയത്. അപ്പം അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയത്തില്ല. ചിലർ പറയും അത് അത്ര നല്ലതല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കതേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല. കളറ് വലുതായിട്ട് വരത്തില്ല, ഒരു മീഡിയം കളറേ വരുന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഏത് ഗ്രീൻ ടീയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് പറയണേ. ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എനിക്കറിയത്തില്ല ഇവിടെ ഏതാ നല്ലത് കിട്ടുന്നതെന്ന്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇതാണ് വാങ്ങിയത്.
ദേവുവിനാണെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഞാൻ കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഓട്സ് ഇല്ലേ, ഓട്സ് ജസ്റ്റ് കുറുക്കി അങ്ങനെ എന്തെങ്കിലും കുറുക്കൊക്കെ ആക്കി കൊടുക്കുക, അല്ല റാഗിയുടെ കുറുക്ക്, അതൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അപ്പം ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏത് വേണേലും അവൾ കഴിക്കും. പിന്നെ ആകെ കഴിക്കാത്തതെന്ന് പറയുന്നത് പപ്പായ അവൾക്ക് ഇഷ്ടമല്ല, അവഗാഡോ ഇഷ്ടമല്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല. ബാക്കിയെല്ലാം അവള് നല്ലതായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ദേവുവിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അതിന് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അവൾക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാമേ. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പം അടുത്ത വ്ളോഗിൽ നമ്മുടെ കേക്കും ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.